റെയിൽവേ നമ്മളെ ഞെട്ടിച്ചുകൊണ്ട് വീണ്ടും പുതിയൊരു നോട്ടിഫിക്കേഷനായിട്ട് വന്നിരിക്കുകയാണ്. നമ്മൾ 2024 ഓൾറെഡി 8000-ഓളം വേക്കൻസി അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ്, അതായത് ട്രെയിനിൻ്റെ ഡ്രൈവറായിട്ട് നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. നോർമലി 4 വർഷം കൂടുമ്പോൾ അല്ല 5 വർഷം കൂടുന്ന എക്സാം എന്ന് പറയുന്നത് വീണ്ടും ഒരു വർഷം കൊണ്ട് വീണ്ടും വിളിച്ചിരിക്കുകയാണ്. അപ്പോൾ 2025 പുതിയ നോട്ടിഫിക്കേഷൻ പ്രകാരം 10,000-ഓളം വേക്കൻസി ഉണ്ട്. എക്സാക്ട്ലി പറയുകയാണെങ്കിൽ 9,970 വേക്കൻസിയാണ്. അപ്പോൾ അത് കുറച്ചുകൂടി കൂടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം, എങ്ങനെയൊക്കെ ചെയ്യാം എന്നുള്ള ഡീറ്റെയിൽസിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ജോലിയുടെ കുറച്ച് പ്രത്യേകതകളാണ് നമ്മൾ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒരു സാധാരണ ഗവൺമെൻറ് ജോലി എന്നതിലപ്പുറം ഒരു യുണീക്കായിട്ടുള്ള അതേപോലെ ഒരു ചലഞ്ചിങ് ജോബാണ് ഈ ലോക്കോ പൈലറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾ മറ്റുള്ള ഗവൺമെൻറ് പോസ്റ്റുകളിൽ നിന്ന് വളരെ ഡിഫറെൻ്റ് ആയിട്ട് നിങ്ങളെ സാലറി എന്ന് പറയുന്നത് നിങ്ങളെ ബേസിക്കിനേക്കാളും ഒരുപാട് ഡബിൾ മടങ്ങായിട്ട് നിങ്ങൾക്ക് സാലറി കിട്ടും. പുരുഷന്മാർക്ക് മാത്രമല്ല സ്ത്രീകൾക്കും ഈ ഒരു ജോബിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് നല്ല അടിപൊളി ഒരു പോസ്റ്റ് തന്നെയാണ് സ്ത്രീകൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ക്വാളിഫിക്കേഷനിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾ ഒരു 10th കഴിഞ്ഞതിന് ശേഷം ITI ക്വാളിഫിക്കേഷൻ, അതല്ലെങ്കിൽ ഡിപ്ലോമ, അതല്ലെങ്കിൽ നിങ്ങൾക്കൊരു BTech ക്വാളിഫൈഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഡിഗ്രി BTech ഡിപ്ലോമയിൽ ഇലക്ട്രോണിക്സ്, മെക്കാനിക്കൽ, ഓട്ടോമൊബൈൽ, ഇലക്ട്രിക്കൽ ഈ 4 കാറ്റഗറിയിലുള്ളവർക്ക് 4 ബ്രാഞ്ചുകൾ സെലക്ട് ചെയ്തവർക്ക് അപ്ലൈ ചെയ്യാം. അതേപോലെ ITIയിൽ കുറച്ച് സ്പെസിഫിക്കേഷൻ ഉണ്ട്. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മളുടെ വീഡിയോയിൽ കാണിക്കുന്നതാണ്. കുറച്ച് ട്രേഡുകളിൽ ഒരു 12ഓളം ട്രേഡുകൾ എടുത്തവർക്കും എന്ത് ചെയ്യാൻ പറ്റും, ഈ ജോലിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. മുൻ വർഷങ്ങളിലൊക്കെ ഓരോ RRB സോൺ സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ വെബ്സൈറ്റ് വഴിയായിരുന്നു അപ്ലിക്കേഷൻ ചെയ്യേണ്ടതെങ്കിൽ ഈ കഴിഞ്ഞ വർഷം മുതൽ നമുക്ക് ചെറിയൊരു മാറ്റമുണ്ട്. ഇതിൻ്റെ എക്സാമിന് വേണ്ടിയിട്ട് rrb.apply.gov എന്ന് പറയുന്ന ഒരു യുണീക്ക് ആയിട്ടുള്ള വെബ്സൈറ്റ് വഴിയാണ് നമുക്ക് അപ്ലൈ ചെയ്യേണ്ടത്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഈ 10,000-ഓളം വേക്കൻസിയിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. നിങ്ങളൊരു പെർട്ടിക്കുലർ സോൺ നിങ്ങൾ സെലക്ട് ചെയ്യണം. ആ സോണിലുള്ള വേക്കൻസിയിലേക്ക് മാത്രമേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റൂ. അപ്പം ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് സോൺ സെലക്ഷൻ ആണ്. 18 സോണുകളായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്ന ഇന്ത്യൻ റെയിൽവേയിൽ വ്യത്യസ്ത RRB വഴിയാണ് നിങ്ങൾക്ക് എക്സാമിന് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ സൗത്തേൺ റീജിയനിൽ വരുന്ന ട്രിവാൻഡ്രം RRB ഉണ്ട്, അതേപോലെ ചെന്നൈ RRB, സൗത്ത് വെസ്റ്റേൺ SWR ഉണ്ട്. പക്ഷേ ഈ വർഷം SWR വാക്കൻസീസ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. അതേപോലെ നമുക്ക് സെക്കന്ദരാബാദ് ഉണ്ട്, അതേപോലെ നോർത്ത് സൈഡിലേക്ക്, അതേപോലെ ഈസ്റ്റേൺ സൈഡിലേക്കൊക്കെ ഉണ്ട്. പക്ഷേ നിങ്ങൾക്ക് സെലക്ട് ചെയ്യുമ്പോൾ 2 കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, നിങ്ങൾക്ക് ജോലി കിട്ടാനുള്ള ഒരു ചാൻസ് വേണം, അതായത് വാക്കൻസി കുറച്ച് ഉള്ള സ്ഥലങ്ങളായിരിക്കണം നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. രണ്ടാമതൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു